ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇലക്ട്രിസിറ്റിയുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതേ ചാർജുകളുടെ കുറച്ച് ഡൈനാമിക്സ് അങ്ങോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ. ഇത് നിങ്ങൾ ഫെമിലിയർ ആണ്. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിൻ്റെ ഡയറക്റ്റഡ് ഫ്ലോ, ദ ഡയറക്റ്റഡ് ഫ്ലോ ഓഫ് ചാർജസ്, ദാറ്റ് ഈസ് കോൾഡ് current. So current is simply defined as the directed flow of charges. ചാർജുകളുടെ ഡയറക്റ്റഡ് ഫ്ലോ ആണ് കറണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആക്ച്വലി ഡയറക്റ്റഡ് ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ മെറ്റൽസ് ഓൺലി. ഇതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്. ബേസ്ഡ് ഓൺ കണ്ടക്ടിവിറ്റി, മെറ്റീരിയൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ. ദേ ആർ conductors, the semiconductors and insulators. ഇവിടെ നമ്മുടെ ഡിസ്കഷൻ ഫ്ലോ ഓഫ് ചാർജസ് ത്രൂ കണ്ടക്ടേഴ്സ് ഓൺലി ഓർ മെറ്റൽസ്. സെമി കണ്ടക്ടേഴ്സിലൂടെയുള്ള ചാർജ് ഫ്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന് നമുക്ക് ഇലക്ട്രോണിക്സ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പം നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡൈനാമിസമാണ്, ചാർജുകളുടെ ഡയറക്റ്റഡ് ഫ്ലോ ആണ്, ഫ്ലോ ത്രൂ മെറ്റൽസ്. സോ ചാർജിൻ്റെ ഡയറക്റ്റഡ് ഫ്ലോ വേണം. ഡയറക്ഷൻ ഓഫ് ചാർജ് ഫ്ലോയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ധാരണയുണ്ട്, അല്ലെങ്കിൽ ചാർജ് ഫ്ലോയുടെ എസെൻഷ്യൽ കണ്ടീഷനെ കുറിച്ചും ധാരണയുണ്ട്. എന്താണ് ചാർജ് ഫ്ലോയുടെ കണ്ടീഷൻ? ദർ മസ്റ്റ് ബി എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അത് നമുക്കറിയാം. ചാർജ് ഫ്ലോ ചെയ്യുന്നത് ഫ്രം ദി പോയിന്റ് ഓഫ് ഹയർ പൊട്ടൻഷ്യൽ ടു എ പോയിന്റ് ഓഫ് ലോവർ പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ ചാർജുകളുടെ ഡയറക്റ്റഡ് ഫ്ലോ പോസിബിൾ ആവുകയുള്ളൂ. അപ്പോൾ കറണ്ട് ഈസ് സിംപ്ലി അതിൻ്റെ എലിമെൻ്ററി ആയിട്ടുള്ള ഡെഫിനിഷൻ ഇത്രമാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ദ ഡയറക്റ്റഡ് ഫ്ലോ ഓഫ് ചാർജസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രിക് കറണ്ട്. ഇത് ഒരു കണ്ടക്ടറാണ്. കണ്ടക്ടറിലൂടെ ചാർജ് ഫ്ലോ ചെയ്യാം. ടി സെക്കൻഡ്സിൽ ഈ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്ത ചാർജിനെ ഞാൻ ക്യൂ കൂളോം എന്ന് മാർക്ക് ചെയ്യാം. നോക്കൂ, എ എന്ന എൻഡിൽ നിന്ന് ബി എന്ന എൻഡിലെത്തിയ ചാർജുകൾ, ഒരു ടി സെക്കൻഡ്സിൽ ഫ്ലോ ചെയ്ത ചാർജുകൾ ക്യൂ കൂളോം ചാർജ് ഫ്ലോ ചെയ്തു. ഈ എ ബി എന്ന് പറയുന്ന മെറ്റാലിക് കണ്ടക്ടറിലൂടെ. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിലെ ചാർജ് ഫ്ലോ, ടി സെക്കൻഡ്സിൽ ക്യൂ കൂളോം ചാർജ് ആണെങ്കിൽ ചാർജ് ഫ്ലോ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ ടി ആണ്. ആൻഡ് ദിസ് ക്യൂ ബൈ ടി is a measure of the strength of electric current, and that is what we called I. So what is I? I is a quantity. It is a quantity to measure the strength of electric current. So the strength of electric current I is defined as charge flow per second. Unit time ile charge inde ഫ്ലോയ്ക്ക് വിളിക്കുന്ന പേരാണ് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇപ്പോൾ അതിനെ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് നമ്മൾ പറയും. കുറച്ച് കഴിയുമ്പോൾ അതിനെ കറണ്ട് എന്ന് പറയും, അല്ലേ? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയും, പിന്നെ കറണ്ട് എന്ന് പറയും, പിന്നീട് ഐ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റുഡ് ആണ്. ഇത് ക്യൂ ബൈ ടി ആണ്. അപ്പോൾ യൂണിറ്റിനെ കുറിച്ചും ധാരണയുണ്ട്. എന്താണ് യൂണിറ്റ്? കൂളോം പെർ സെക്കൻഡ്, ഓർ ഒറ്റ എന്താ പറയുക, അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം, ആംപെയർ. സോ ഐയുടെ യൂണിറ്റ് ആംപെയർ ആണ്. ചാർജിൻ്റെ ഡയറക്റ്റഡ് ഫ്ലോയാണ് കറണ്ട് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. നമ്മളിവിടെ സ്റ്റാറ്റിക്സ് എന്ന് പതുക്കെ മോഷനിലേക്ക് പോവുകയാണ്, ഡൈനാമിക്സിലേക്ക് പോവുകയാണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റൽസിലൂടെയുള്ള കണ്ടക്ടറിലൂടെയുള്ള ചാർജ് ഫ്ലോ മാത്രമാണ്. ചാർജ് ഫ്ലോ പെർ സെക്കൻഡ് അല്ലെങ്കിൽ യൂണിറ്റ് ടൈമിലെ ചാർജ് ഫ്ലോയെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ചാർജ് ഫ്ലോ വരണമെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിർബന്ധമാണ്. ഡയറക്ഷൻ ഓഫ് ചാർജ് ഫ്ലോ ഈസ് ഫ്രം the point of higher potential to a point of lower potential. Unit is coulomb per second or ampere. The next is current. Electric current. നിങ്ങൾക്ക് കൃത്യമായ കുറേ ധാരണകളുണ്ട്. ഇലക്ട്രിക് കറണ്ട് ഫണ്ടമെന്റൽ ഓർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അതും കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ഇലക്ട്രിക് കറണ്ട് ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഇതൊരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. ഇനിയും നമുക്കറിയാം, ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി എന്നും വെക്ടർ ക്വാണ്ടിറ്റി എന്നും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അല്ലേ?
അപ്പോൾ നമുക്കൊരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ കണ്ടക്ടറിലെ ഡയറക്ഷൻ ഓഫ് ചാർജ് ഫ്ലോ ഞാൻ എന്ന് ബിയിലോട്ടൊന്ന് മാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡയറക്ഷനും ഉണ്ട്, ഇത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഉണ്ട് അല്ലേ. അപ്പോൾ കറണ്ട് സ്കെയിലർ ആയിരിക്കും വെക്ടർ ആയിരിക്കും. ഇവിടെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉണ്ടെങ്കിൽ വെക്ടർ ആയിരിക്കും അല്ലേ. വെക്ടർ. The answer is no. Current is a scalar quantity. കറണ്ട് സ്കെയിലാർ ക്വാണ്ടിറ്റി ആകുന്നു. അതെന്തുകൊണ്ടോ സ്കെയിലാർ ക്വാണ്ടിറ്റി ആകുന്നത്? കറണ്ട് എന്തുകൊണ്ട് സ്കെയിലാർ ക്വാണ്ടിറ്റി ആവുന്നു? ആൻസർ ഈസ് അത് വെക്ടർ ലോ ഓഫ് അഡിഷനെ ഒബേ ചെയ്യുന്നില്ല, അത്ര തന്നെയാണ്. അപ്പോൾ വെക്ടർ ലോ ഓഫ് അഡിഷനെ ഒബേ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു സർക്യൂട്ടിലൂടെ 5 ആംപിയർ കറണ്ട് വരികയാണ്. ഇവിടെ ഒരു ബ്രാഞ്ചിങ് ഉണ്ട്. ഈ ബ്രാഞ്ചിലൂടെ 2 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്തു, ഈ ബ്രാഞ്ചിലൂടെ 3 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്തു. കൺസർവേഷൻ ഓഫ് ചാർജസും ഒക്കെ എങ്ങനെയാണ് വരിക? ഇവിടെ യൂട്ട് ടൈമിൽ എത്തുന്ന ചാർജുകൾ പുറത്തേക്ക് പോയേ മതിയാവും അല്ലേ. So let theta be the angle between this 2 ampere and 3 ampere. So this 3 plus 2 is no doubt 5 കിട്ടിയേ മതിയാവും. ഞാൻ ഈ ആംഗിൾ 30 നിന്ന് 45 ഡിഗ്രി ആക്കി. അപ്പോൾ കറണ്ട് ആടാ, കറണ്ട് വെക്ടർ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാറും, ആംഗിൾ ഡിപ്പെൻഡന്റ് ആയേനെ. അപ്പൊ നിങ്ങൾ ഈ 2 ബ്രാഞ്ചുകളെ ഇങ്ങോട്ട് മാറ്റി കൊടുത്താൽ ആംഗിൾ മാറും, ആംഗിൾ മാറുമ്പോൾ റിസൾട്ടന്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരിക്കലും എന്തല്ല, വെക്ടർ ലോ ഓഫ് അഡിഷനെ ഒബേ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഇലക്ട്രിക് കറണ്ട് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. വൈ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി ഒരു ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്താണ് കാര്യം? ഇതെന്ത് ചെയ്യുന്നില്ല, വെക്ടർ ലോ ഓഫ് അഡിഷനെ ഒബേ ചെയ്യുന്നില്ല. നൗ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ മെറ്റൽസിലൂടെയുള്ള കണ്ടക്ടേഴ്സിലൂടെയുള്ള ഇലക്ട്രോണിന്റെ ഡൈനാമിക്സുമാണ്, ചാർജിന്റെ ഡൈനാമിക്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോൺ എന്നങ്ങ് വന്നല്ലേ, കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കണ്ടക്ടറിൽ ചാർജിന് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഇലക്ട്രോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ കറണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ആരാ ഫ്രീ ഇലക്ട്രോൺസ്? അൺബൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഇലക്ട്രോൺസ് ആണ്. വാലൻസ് ഇലക്ട്രോൺസ് വരെ ബൗണ്ട് സ്റ്റേറ്റിലാണ്. എനർജി കൊടുത്ത് അവനെ ഫ്രീ ആക്കി കഴിഞ്ഞാൽ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ആൻഡ് ദീസ് ഫ്രീ ഇലക്ട്രോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ഷൻ. കണ്ടക്ഷനിൽ ഒരു കണ്ടക്ടറിൽ കണ്ടക്ഷൻ കാരണം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഫ്രീ ഇലക്ട്രോൺസിന്റെ അവൈലബിലിറ്റി കൂടിയാൽ ഡെഫിനറ്റ് ആയിട്ടും അതിന്റെ കണ്ടക്ടിവിറ്റിയും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായ ഒരു ധാരണയുള്ളതാണ്. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരികെ വരികയാണ്. ഇങ്ങോട്ട് നോക്കിക്കോളൂ. എൻ്റെ കൈവശം ഒരു കണ്ടക്ടർ ഉണ്ട്. ഞാൻ ഈ കണ്ടക്ടറിനെ ഇങ്ങനെ വരയ്ക്കുക. നോക്കൂ, കണ്ടക്ടർ ഈസ് ഡിഫൈൻഡ് ഓർ ഇറ്റ് ഈസ് നെയിംഡ് ആസ് പീക്ക്. എ ബി എന്ന് കൊടുക്കുക അല്ലെ. ക്യൂ നമ്മൾ ചാർജിന് വേണ്ടി എപ്പോഴും ഉപയോഗിക്കുന്നത് എ ബി എന്ന് പറയുന്നത് കണ്ടക്ടർ. ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഞാൻ എ എന്ന് ഡിഫൈൻ ചെയ്തു. ഇതാണ് ഏരിയ ക്രോസ് സെക്ഷൻ. അതിനെ ഞാൻ ഡിഫൈൻ ചെയ്തു, എ എന്ന് ഡിഫൈൻ ചെയ്തു. And let its length is, so the length of the conductor is, let it be L. ഇനി ഞാൻ ഒരു ക്വാണ്ടിറ്റിയെ കൂടെ ഡിഫൈൻ ചെയ്യാണ്. ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ചുരുക്കാം. എന്തെന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇലക്ട്രോണിന്റെ ഡെൻസിറ്റിയെ ഞാൻ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്യാണ്. ലെറ്റ് സ്മോൾ എൻ ബി ദ ഇലക്ട്രോൺ ഡെൻസിറ്റി. ഈ ടേം വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. സാധാരണഗതിയിൽ നമ്മളൊരു കണ്ടക്ടറിനെ എടുക്കുമ്പോൾ എൽ ലെങ്തും എ ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി പറയും. കാരണം മെറ്റൽസ് ഡിഫർ ഇൻ ടേംസ് ഓഫ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. കോപ്പറിൽ ഉള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം അല്ല ഗോൾഡിലുള്ളത്, അതല്ല സിൽവറിലുള്ളത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, മെറ്റൽ ടു മെറ്റൽ എന്ത് മാറും, അതിന്റെ നേച്ചർ മാറും. നേച്ചർ എന്ന ടേം ആണ് ആക്ച്വലി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. അപ്പൊ എവിടെയെങ്കിലും മെറ്റലിന്റെ നേച്ചർ ഡിപ്പെൻഡന്റ് എന്ന് പറയുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ആ ക്വാണ്ടിറ്റി എന്താണ്, സ്മാൾ എന്നിനെ റെപ്രസെന്റ് ചെയ്യാണ്. എവിടെയെങ്കിലും മെറ്റലിന്റെ ജോമെട്രി എന്ന് പറഞ്ഞാൽ ജോമെട്രി തീരുമാനിക്കുന്നത് എന്തുവാടാ, ഒരാളുടെ ജോമെട്രി തീരുമാനിക്കുന്നത് അയാളുടെ ഹൈറ്റും പിന്നെ അയാളുടെ വണ്ണവും ഏരിയ ക്രോസ് സെക്ഷൻ.
എല്ലാവരും ഇപ്പോൾ വീട്ടിലിരിക്കുകയല്ലേ അല്ലേ? ഇപ്പോൾ ഏതാണ്ട് സിലിണ്ടർ ഷേപ്പ്, മോള് തൊട്ട് താഴെ വരെ അല്ലേ, ഒരേ ഷേപ്പിലിരിക്കുകയാണ്. സിലിണ്ടറാണ്, സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അപ്പോൾ ലെങ്തും ഏരിയ ക്രോസ് സെക്ഷനും. ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ സർക്കുലർ ക്രോസ് സെക്ഷൻ തന്നെ ഒരു കണ്ടക്ടറിന് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് റെക്ടാങ്കുലർ ആകാം, സ്ക്വയർ ആകാം, എന്തുവേണോ ആകാം, അത്രയേ ഉള്ളൂ. സാറിന് അപ്പോൾ നമ്മൾ വയർ വരയ്ക്കുമ്പോൾ വയർ എടുത്തിട്ട് സർക്കുലർ ഏരിയ ക്രോസ് സെക്ഷൻ ഒന്നും അല്ല, അതിന് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് വരയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ വരച്ചപ്പോൾ സർക്കുലർ വരച്ചു എന്ന് മാത്രം. ഓക്കെ, സോ ലെറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം സ്മോൾ എന്ന് ഞാൻ ഡിഫൈൻ ചെയ്തു. ഇനി ഇതിൽ ചാർജ് ഫ്ലോ വരണമെങ്കിൽ നമ്മൾ ആക്ച്വലി പറഞ്ഞു, ചാർജ് ഫ്ലോ വരണമെങ്കിൽ നമ്മളൊരു കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫർ ചെയ്യണം. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ ഓഫർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അറിവ് വെച്ചിട്ട് നമ്മൾ പറയുന്നത് സിമ്പിൾ, ഒരു സെല്ല് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളൊരു സെല്ല് കണക്ട് ചെയ്തു, അവിടെ ഞാനൊരു സെല്ല് കണക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, എന്തോ സെല്ലെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ടു ഓഫർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫർ ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് സെല്ല്. ഇത് സെല്ലിന്റെ സിമ്പിളാണ് അല്ലേടാ. സെല്ല് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫർ ചെയ്യണമെങ്കിൽ ഒരു ടെർമിനൽ ഹയർ പൊട്ടൻഷ്യൽ ആയിരിക്കണം, മറ്റേത് ലോവർ പൊട്ടൻഷ്യലും ആയിരിക്കണം. ഹയർ പൊട്ടൻഷ്യലിനെ റെപ്രസെന്റ് ചെയ്യാൻ പ്ലസ് സിമ്പിൾ ഉപയോഗിക്കാം, ലോവർ പൊട്ടൻഷ്യലിനെ റെപ്രസെന്റ് ചെയ്യാൻ മൈനസ് സിമ്പിൾ ഉപയോഗിക്കാം. പ്ലസ് മൈനസ്, അത്രയേ ഉള്ളൂ. പ്ലസ് സിമ്പിൾ, മൈനസ് സിമ്പിൾ. ഒരുത്ത നെഗറ്റീവ് സിമ്പിൾ കണ്ടുപിടിച്ചിട്ടേ ഇല്ല. ഇന്നേ വരെ ലോകത്ത് നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. നെഗറ്റീവ് സിമ്പിൾ ഇല്ലെന്നേ. നെഗറ്റീവ് ഇല്ലാതാവണമെങ്കിൽ നമ്മളൊക്കെ ഇല്ലാതാവണം, അത്രയേ ഉള്ളൂ. നെഗറ്റീവ് സിമ്പിൾ ഇല്ലെങ്കിൽ അവൻ എങ്ങനെ എഴുതൂടാ? ഹയർ പൊട്ടൻഷ്യലിന് അവൻ പ്ലസ് പ്ലസ് ഇട്ട് വെക്കും, ഇത് ലോവർ പൊട്ടൻഷ്യൽ പ്ലസ് എന്നിട്ട് വെക്കും. സിമ്പിള് മൈനസ് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ലോകത്ത് മലയാളികൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാത്തിൻ്റെ നെഗറ്റീവ് കണ്ടുപിടിക്കുന്നവന്മാരാണ് അല്ലേ. ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്, നെഗറ്റീവ്. അപ്പൊ നിങ്ങൾ പറയും ഇത് ഹയർ പൊട്ടൻഷ്യൽ, ഇതെന്താണ് ലോവർ പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ സിമ്പിളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറയുകയാണ് ഇത് ഹയർ പൊട്ടൻഷ്യലാണ്, ഇത് ലോവർ പൊട്ടൻഷ്യലാണ്. നമ്മൾ അതിലേക്ക് കൃത്യമായി കുറച്ചുകൂടെ ഡിസ്കഷൻ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഇപ്പൊ ഞാനൊരു സിമ്പിൾ സെല്ലിനെ ഇങ്ങനെ വരച്ചു വെച്ചു. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഒരു കണ്ടക്ടറിലൂടെ ചാർജ് ഫ്ലോ വരണമെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫർ ചെയ്യണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫർ ചെയ്യണമെങ്കിൽ നമ്മളൊരു സെല്ലിനെ എടുത്ത് കണക്ട് ചെയ്യുക. അപ്പോൾ സെൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് ഓഫർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സെല്ലിനെ കുറിച്ച് നമ്മൾ കൃത്യമായ ഒരു ഡിസ്കഷൻ ഉണ്ട്. അവിടെ എത്തുമ്പോൾ ഞാൻ ഈ ടൈമിലേക്ക് വരും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. ഇപ്പോൾ ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. നോക്കൂ, ഇതിൽ ചാർജസ് ഫ്ലോ ചെയ്യും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താൽ എ എന്ന് പറയുന്നതിന്റെ ഹയർ പൊട്ടൻഷ്യലാണ്, ബി ആകട്ടെ ലോവർ പൊട്ടൻഷ്യലാണ്. അപ്പോൾ എ നിന്ന് ബിയിലേക്ക് എന്തുണ്ടാവും? ചാർജിന്റെ ഫ്ലോ ഉണ്ടാവും. ഞാൻ പറയുകയാണ്, ഇതിനകത്ത് എ എന്ന എൻഡിലിരുന്ന ഒരു ഇലക്ട്രോൺ ബിയിൽ എത്തിച്ചേരാൻ എടുത്ത സമയം t സെക്കൻഡ്സ് ആണെന്നിരിക്കട്ടെ. എടാ, എ എൻഡിലിരിക്കുന്ന ഇലക്ട്രോണുകളൊക്കെ ബിയിലെത്താൻ എത്ര സമയം എടുത്തു? t സെക്കൻഡ് എടുത്തു. ഇത്രയും ടൈം കൊണ്ട്, ഈ t സെക്കൻഡ് കൊണ്ട് ഈ കണ്ടക്ടറിലൂടെ എത്ര ചാർജുകൾ എയിൽ നിന്ന് ബിയിലോട്ട് ഫ്ലോ ചെയ്തിട്ടുണ്ടാവും? അതാണ് നമ്മുടെ ലോജിക് എന്ന് പറയുന്നത്. ഇതൊരു ബെഞ്ചാണ്. ബെഞ്ചിൽ ഓരോരുത്തരായിട്ടിരിക്കുകയാണ്. നമ്മുടെ ബെഞ്ചിൽ ആൾക്കാരിങ്ങനെ നിരന്നിരിക്കുക. പാക്റ്റ് ആയ ഒരു ബെഞ്ചാണ്. ഒരുത്തൻ ഇവിടെ നിന്ന് എൻട്രി ചെയ്തു. ഈ പാക്റ്റ് ബെഞ്ചിൽ ഇനി ആളിനെ ഇരുത്താൻ പറ്റത്തില്ല. അപ്പോഴാണ് ഒരുത്തൻ ഫോഴ്സ്ഫുള്ളി ഇവിടെ വന്ന് എൻട്രി ചെയ്തു. ഈ റെഡുകാരൻ ഇവിടെ വന്ന് എൻട്രി ചെയ്തു. എൻട്രി ചെയ്താൽ അതിന്റെ അർത്ഥം അവൻ എൻട്രി ചെയ്ത് ഈ ബെഞ്ചിലിരുന്നാൽ ഇവിടെ ഇരിക്കുന്ന ആൾ എന്ത് ചെയ്തേ മതിയാവുള്ളടാ? ലീവ് ചെയ്യണം. അപ്പൊ ഒരുത്തൻ എൻട്രി ചെയ്തപ്പോ ഒരുത്തൻ എന്ത് ചെയ്തു? ലീവ് ചെയ്തു. അപ്പൊ അവന്റെ പൊസിഷൻ നമ്മളിപ്പോ ഇവനെ വരച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവന്മാരെ ഇങ്ങനെ നമ്പർ ചെയ്യണം. 1 2 3 4 5 എന്ന ആള് ബെഞ്ച് ലീവ് ചെയ്തു. ഇപ്പോ നിങ്ങളുടെ അറേഞ്ച്മെന്റ് ചെയ്യാൻ വരച്ചു വെച്ചാൽ ഒന്നാമൻ ആര് വന്നു? റെഡ് എന്ന ആള് വന്നു. 2 നിങ്ങളുടെ ഇത് 0 എന്ന് കൊടുക്കുക അല്ലെ. റെഡ് അവിടെ വന്നു. ഇതാണ് ഒന്നാമത്തവൻ. അടുത്തത് വന്നിരിക്കുകയാണ്. ആരാണ്? ബ്ലൂ ആണ് അല്ലെ. ബ്ലൂ 1 ബ്ലൂ 2 3 4 5നെ ഇനി വരച്ചു വെക്കേണ്ട. 5 ലീവ് ചെയ്തു. അപ്പൊ 1 2 3 4. ഇനി അടുത്ത സ്റ്റേജിൽ ഞാൻ പറയുകയാണ്, ഈ പ്രോസസ് ഇങ്ങനെ നടക്കുകയാണ്. ഇനി അടുത്ത റെഡ് വന്നു. അടുത്ത ഒരു റെഡ് ഇവിടെ എൻട്രി ചെയ്താൽ അതിന്റെ അർത്ഥം നാലാമത്തവൻ ഇവിടെ ലീവ് ചെയ്യണം.
അപ്പം നാലാമത്തെ ലീവ് ചെയ്താൽ 1, 2, 3 1, 2, 3. അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാമത്തെ ആള് ഈ റെഡ് ഇല്ലടാ, ഇവിടെ എൻട്രി ചെയ്ത് ഈ റെഡ് ഇല്ലടാ, ഈ റെഡ് എന്ന് പറയും, ഞാൻ അവന് 0 എന്ന് നമ്പർ കൊടുക്കാം. ഈ 0 എന്ന് പറയുന്ന ഈ റെഡ് ബെഞ്ചിന്റെ ഇങ്ങേയറ്റം എത്തുമ്പോൾ ബെഞ്ചിനകത്തിരുന്ന എല്ലാ ബ്ലൂസും ബെഞ്ചിൽ നിന്ന് ലീവ് ചെയ്തിരിക്കും. അതുപോലെ എ എന്ന് പറയുന്ന എൻഡിലിരിക്കുന്ന ഇലക്ട്രോണുകൾ ബിയിലെത്തുമ്പോ അവൻ ഈ എ ബിയിൽ ആൾറെഡി എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നോ അവനെ എല്ലാം ഇവിടെ എത്തിക്കാണും. അങ്ങനെയാണെങ്കിലേ എ എന്ന് പറയുന്ന എൻഡിലിരുന്ന ഒരു ഇലക്ട്രോൺ ബി എന്ന എൻഡിലെത്തിയപ്പോ എത്ര ചാർജസ് അതുവഴി ഫ്ലോ ചെയ്തിട്ടുണ്ടാവും? എടാ, ഈ സ്പെസിമെനിന്റെ യൂണിറ്റ് വോളിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? n ഇലക്ട്രോൺസ് ഉണ്ട്. വാട്ട് ഈസ് n? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. അങ്ങനെയാണെങ്കിൽ ഈ സ്പെസിമെനിലെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് present in the wire? യൂണിറ്റ് വോളിയത്തിൽ n ഉണ്ട്, അതിനെ വോളിയം ഓഫ് ദ വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വയറിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? വയറിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ ഉണ്ട്, വയറിന്റെ ലെങ്ത് ഉണ്ട്. അപ്പോൾ വയറിന്റെ വോളിയം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം n ആണ്. വോളിയം ഓഫ് ദ വയർ ഈസ് ഏരിയ ക്രോസ് സെക്ഷൻ ടു ലെങ്ത് ആണ്. അപ്പോൾ a into l. So the total number of electrons present in the wire is NaL. Is that clear? അപ്പോൾ ഇതിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഇപ്പോൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയുക? NaL ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര ടോട്ടൽ ചാർജ് ഉണ്ട്? Therefore the net charge is, okay, the net charge Q equals quantization of charge എടുത്താൽ മൊത്തം എത്ര ഇലക്ട്രോൺസ് ഉണ്ടടാ? NaL ഉണ്ട്. അപ്പോൾ നമ്മളോട് മറുപടി കൊടുത്തു NaL ഇൻറ്റു ഇ. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ എന്താണ് പറയുക, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഇ ആണ്. ടോട്ടൽ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ NaLe. അതാണ് നമ്മുടെ മറുപടി എന്ന് പറഞ്ഞാൽ, അല്ലെ? നെറ്റ് ചാർജ് ആയി. ഈ ചാർജ് എന്ന് ബിയിലെത്താൻ എത്ര സമയം എടുത്തു? t സെക്കൻഡ്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറന്റ് I equals, we have I is charge flow per second Q by T. Your answer is NaLe by T. Okay. ഈ കണ്ടക്ടറിന്റെ എ ബി എന്ന കണ്ടക്ടറിന്റെ ലെങ്ത് ആണടാ എൽ. എൽ ലെങ്ത് ട്രാവൽ ചെയ്യാനേ എയിലിരുന്ന ഒരു ഇലക്ട്രോൺ എത്ര സമയം എടുത്തടാ? എൽ ലെങ്ത് ട്രാവൽ ചെയ്യാൻ, അഥവാ എയിന്ന് ബിയിലെത്താൻ t സെക്കൻഡ്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ആയിരിക്കും. റൈറ്റ്? സോ യു ക്യാൻ റൈറ്റ് വാട്ട് ഈസ് L by T. യുവർ ആൻസർ ഈസ് that is the speed with which that electron is moving through that conductor. So that speed is what we call the drift speed. So you can write L by T is V, or it is N A E into L by T is V. So you can write V or V subscript D. Confusion ഉണ്ടാകണ്ട, V എന്ന് എഴുതിയാൽ മതി. NaEV where V for drift speed. ഡ്രിഫ്റ്റ് സ്പീഡിനെ കുറിച്ച് നമുക്ക് ഇനി ഒരു ഡിസ്കഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്തത് ഇതാണ്. സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ് ഡിഫൈൻഡ് ആസ് I equals NaEV. നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് ഇതിനെ പല രീതിയിൽ എഴുതാം. AVEN എന്നൊക്കെ ഫോമാറ്റിലോ എങ്ങനെയെങ്കിലും ഒക്കെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അവൻ എന്നൊക്കെ പറയാം. വേണ്ട, NaEV. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഇനിഷ്യൽ ഡിസ്കഷനാണ്. ഇപ്പം നിങ്ങൾക്ക് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചൊരു കൃത്യമായ ഒരു ധാരണയുണ്ടായി. ഇനി നമ്മളിവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് എന്താ ഈ ഡ്രിഫ്റ്റ് സ്പീഡ് എന്ന് അറിയണം. ഡ്രിഫ്റ്റ് സ്പീഡ്, ഡ്രിഫ്റ്റ് അല്ലേ, ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് സ്പീഡ് എന്ന് പറയുന്ന ടേമിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. ഡ്രിഫ്റ്റ് ചെയ്യുന്ന സ്പീഡാണ് ചാർജ്. ഇവിടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ചെയ്ത് ബിയിലെത്തുന്ന സ്പീഡാണ്. സാധാരണ സ്പീഡ് പറയുന്നത് 10⁻⁻5 മീറ്റർ പെർ സെക്കൻഡ് എന്ന്, 10⁻⁻6 മീറ്റർ പെർ സെക്കൻഡ്, അതിന്റെ ഓർഡറിലാണ് പറയുക. ഡ്രിഫ്റ്റ് സ്പീഡ് പറയുന്നതാണ് ഒരു സെക്കൻഡിൽ മില്ലിമീറ്റേഴ്സ് മാത്രം, 10⁻⁻2 മില്ലിമീറ്റർ ആണ് അത് ട്രാവൽ ചെയ്യുന്നത്. അഥവാ 10⁻⁻5 അല്ലെങ്കിൽ -6 മീറ്റർ പെർ സെക്കൻഡ് ആണ്
ഇവന്റെ ഡ്രിഫ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത്, ആരുടെ? ഇലക്ട്രോണിന്റെ ഡ്രിഫ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ, 10⁻⁵ എന്ന് പറയുന്ന വളരെ നിസ്സാരമായ, വളരെ സ്ലോയിലായിട്ടാണ് ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് ട്രാവൽ ചെയ്യുക, ബിയിലേക്ക് ട്രാവൽ ചെയ്യുക. പക്ഷെ അതൊരു കൺഫ്യൂഷനാണ് അല്ലേടാ. ഈ സ്വിച്ച്, ഇവിടെ ഒരു സ്വിച്ച് ഞാൻ പ്രൊവൈഡ് ചെയ്താൽ, സ്വിച്ച് ക്ലോസ് ചെയ്താൽ ഉടൻ കറണ്ട് ഫ്ലോ ചെയ്യുക, അങ്ങനെയാ പോസിബിൾ ആകുന്നത്. അപ്പൊ കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെഞ്ചിൽ ഒരുത്തൻ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങേറ്റത്തിരിക്കുന്നു, ലീവ് ചെയ്യുന്നു. പക്ഷെ ഇവൻ ഈ ഓരോ പൊസിഷനിൽ ഇരുന്ന് ഇവിടെ എത്തുന്ന സ്പീഡാണ് ഡ്രിഫ്റ്റ് സ്പീഡ്. എൻട്രി ചെയ്തവൻ ലീവ് ചെയ്താൽ നിങ്ങൾ പറയും, ഓ ഇവിടെ എൻട്രി ചെയ്തവൻ അതേ സ്പോട്ടിൽ ലീവ് ചെയ്തു, സോ ഇറ്റ്സ് സ്പീഡ് ഈസ് velocity of speed, current is, velocity of current is, electric current is 3 into 10⁸ light speed. But interestingly, the velocity with which electron is traveling through a conductor is of the order of 10⁻⁵ or 10⁻⁶ meter per second. That is what we called the drift speed. അതതിൻ്റെ ഡ്രിഫ്റ്റ് സ്പീഡാണ്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ആവരുത്. ഡ്രിഫ്റ്റ് സ്പീഡിനെ നിങ്ങൾ കറണ്ടിൻ്റെ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്ത് കളയരുത്. അല്ലെങ്കിൽ രസമായിരിക്കും അല്ലേ, സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മണിക്കൂറുകൾ, ദിവസങ്ങൾ കാത്തിരിക്കണം അല്ലേടാ ലൈറ്റ് കത്താനായിട്ട്. അപ്പോൾ അതല്ല സംഭവിക്കുക. അപ്പോൾ കറണ്ടിൻ്റെ സ്പീഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 into 10⁸ മീറ്റർ പെർ സെക്കൻഡിലാണ്. അത് ഫീൽഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ലൈറ്റ് സ്പീഡിലാണ്. അത് നമുക്ക് പിന്നീട് അതിലേക്കൊക്കെ ഡീറ്റെയിലേക്ക് വരും. അപ്പോൾ ഇപ്പോൾ ഇത്രമാത്രം അറിഞ്ഞാൽ മതി. സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് I is equal to NeV, where N4 the number of electrons per unit volume. ഞാൻ ആൾറെഡി നിങ്ങളോട് പറഞ്ഞതുപോലെ ദാറ്റ് മേ വേരി ഫ്രം മെറ്റൽ ടു മെറ്റൽ. മെറ്റലിൽ നിന്ന് മെറ്റലിലേക്ക് പോകുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം മാറും. ഈ A4 ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, L4 ലെങ്ത് ആൻഡ് E4 the charge of electron. And here N for the number of electrons per unit volume, A4 area cross section, E4 electronic charge, and V4 drift speed. Is that clear? Now, ഇതില് ഡ്രിഫ്റ്റ് സ്പീഡിൽ ഒരു ചെറിയൊരു ഡിസ്കഷൻ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഡ്രിഫ്റ്റ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഡ്രിഫ്റ്റ് സ്പീഡ് വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് a charge is traveling through a conductor under the influence of an external field. ഒരു ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ ഒരു ചാർജ് ഒരു കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഇവിടുത്തെ ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടിയാൽ, അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂട്ടിയാൽ എന്ത് കൂടും? സ്പീഡ് കൂടും എന്നാണ് അതിൻ്റെ അർത്ഥം. ഡ്രിഫ്റ്റ് സ്പീഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇതൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് V കൊടുത്തിടാ, L ആണ് എയും ബിയും തമ്മിലുള്ള സെപ്പറേഷൻ എങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് V/L എന്നാണ്. ബിക്കോസ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡിഫൈൻഡ് ആസ് E into D. ഓർമ്മയുണ്ടായിരിക്കും. Or this V is E into L or E into D. Okay. അപ്പോൾ ഇവിടെ ഡ്രിഫ്റ്റ് സ്പീഡ് എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന വെച്ചാൽ ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ V ആണ്. ദിസ് ഫോർ PD, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആൻഡ് സ്മോൾ v is for ഡ്രിഫ്റ്റ് സ്പീഡ്. ഓക്കെ. അപ്പോൾ ഞാൻ ആൾറെഡി പറഞ്ഞു ഇവിടെ ഡ്രിഫ്റ്റ് സ്പീഡ് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ ട്രാവൽ ചെയ്യുന്നതിന്റെ വേഗതയും കൂടും. അപ്പോൾ ഡ്രിഫ്റ്റ് സ്പീഡ് എന്തിന് പ്രൊപ്പോർഷനിലാണ്? നമ്മൾ ഓഫർ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന് പ്രൊപ്പോർഷനിലാണ്. ഓർ യു ക്യാൻ റൈറ്റ് V is equal to കോൺസ്റ്റന്റ് കൊണ്ട് പ്രൊപ്പോർഷണാലിറ്റി കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് കാൾഡ് മൊബിലിറ്റി. മൊബിലിറ്റി അപ്പോൾ ഡ്രിഫ്റ്റ് സ്പീഡ് വിയും ഫീൽഡും തമ്മിലുള്ള റിലേഷൻ V is equal to mu into E, where mu is called drift speed. Mu is called mobility. What is mobility? It is simple. എടാ മൊബിലിറ്റി വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ മനസ്സിലായി അല്ലേ? മൊബിലിറ്റി അല്ലേടാ, എബിലിറ്റി ആണ് അല്ലേടാ. എന്തിനുള്ള എബിലിറ്റിയാടാ? ഇങ്ങോട്ട് നോക്കടാ, മൂവ് ചെയ്യാനുള്ള എബിലിറ്റി. അത്രയേ ഉള്ളൂ.
അപ്പോൾ മൂവ് ചെയ്യാനുള്ള എബിലിറ്റി നമുക്കെല്ലാവർക്കും വ്യത്യസ്തമാണ് അല്ലേടാ. 100 മീറ്റർ ഓടാനായിട്ട് കൊണ്ടുവന്ന ട്രാക്കിൽ നിർത്തിയാലേ നമ്മളെല്ലാവരും ഒരേ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേടാ. പക്ഷെ ഓടിത്തീർന്നപ്പോൾ നമ്മൾ പിറകിലായിപ്പോയി അല്ലേടാ. എന്താണ് കാര്യം? നമുക്ക് മൊബിലിറ്റി കുറവാണ്, മൂവ് ചെയ്യാനുള്ള എബിലിറ്റി കുറവാണ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ മൊബിലിറ്റി ഡിഫറെൻറ്റ് ചാർജ് കാരിയേഴ്സിന് ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇവിടെ ഇലക്ട്രോണിൻ്റെ മൊബിലിറ്റി ആണ് മ്യൂ, വേണമെങ്കിൽ സബ്സ്ക്രിപ്റ്റ് ഇ ആയിട്ട് കൊടുത്തോളൂ. ദാറ്റ് ഈസ് ദ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ. സോ drift speed is equal to mu into capital E, mu for electron mobility. It is a measure of ability of a charge to move through a material medium under the influence of an electric field. ഞാനത് ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ്, കാരണം അയോൺസിന് ഡിഫറെൻറ്റ് മൊബിലിറ്റിയാണ്. ഒരു ഇലക്ട്രോലൈറ്റിലൂടെ ഒരു അയോൺ മൂവ് ചെയ്യുമ്പോൾ അതിനൊരു വേറൊരു മൊബിലിറ്റിയാണ്. ഇലക്ട്രോൺ ഒരു സെമി കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിന് വേറൊരു മൊബിലിറ്റിയാണ്. നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ സെമി കണ്ടക്ടേഴ്സിൻ്റെ ചില ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ടുള്ളതുകൊണ്ട് അവിടെ ഇലക്ട്രോണുകൾ മാത്രമല്ല ഹോൾസ് എന്ന് കേട്ടിട്ടുണ്ട്. ഹോളുകൾക്ക് വേറൊരു മൊബിലിറ്റിയാണ്. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റിയാണ്, ഒരു ചാർജിൻ്റെ എബിലിറ്റിയാണ്. മെഷർ ഓഫ് എബിലിറ്റി ഓഫ് എ ചാർജ് ടു മൂവ് ത്രൂ എ മെറ്റീരിയൽ മീഡിയ. അതെന്തോ ആയിക്കൊള്ളട്ടെ, ഓക്കെ, അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫീൽഡ് ആണെന്ന് അറിയുക. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ ഈ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനിൽ ഞാൻ നിർത്തിയതാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. ഓക്കെ, ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക്. ഓക്കെ, ബൈ.